അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് ആ ഒരു പാർട്ടിക്കായിട്ട് വരികയാണ്. അപ്പോഴേക്കും ശ്രുതിയെ വിളിച്ചേർത്തിട്ട് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുന്നു, എന്തെങ്കിലും പ്രശ്നമായാലോ. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ശ്രുതി കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും മാഡം അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഹായ് ശ്രുതി, വെൽക്കം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതാണോ ഹസ്ബൻഡ് എന്ന് പറയുമ്പം അതെ ഇതാണ് എന്റെ ഹസ്ബൻഡ് ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ പറയാണ്, നല്ല മാച്ച്, പേരിൽ പോലും ശ്രുതി നല്ല മാച്ച് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി മിണ്ടായിരിക്കും, അത് ഇവന്റ് മാനേജ്മെന്റ് ആണ്, ഇതുപോലുള്ള ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ എന്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും അവര് പറയാണ്, എങ്കിൽ ഇനി സമാധാനമായല്ലോ, ഇതുപോലുള്ള പാർട്ടിയൊക്കെ വിളിക്കാൻ നമുക്ക് ആളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാരി എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ പിടിച്ചിട്ട് ശ്രുതി ചോദിക്കുകയാണ്, നീ എന്തായി പറഞ്ഞത്, ഇവന്റ് മാനേജ്മെന്റ് ആണോ, എനിക്കൊരു പണിയില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ, അവരെങ്ങാനും ഇനി ഒരു പാർട്ടിക്ക് എങ്ങനെ വിളിച്ചാ എന്താ ചെയ്യുക, എനിക്ക് അപ്പൊ അങ്ങനെ തോന്നി പറയാന്, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നിട്ട് ആ പിയെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദാ നോക്കി ആ നിൽക്കുന്നതാണ് ആ പിയെ എന്ന് പറയുന്നുണ്ട്, മേഡത്തിന്റെ പിയെ എന്ന് പറയുന്നു. ഓഹോ, ഇവനാണോ ആ വഷളൻ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതെ അതെ ദാ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹായ് ശ്രുതി, ഇതാരാ ഭർത്താവാണെന്ന് ചോദിക്കുമ്പം അതെ ഭർത്താവാണ് ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ശ്രുതി ഇതാണ് മേഡത്തിന്റെ പി എ എന്ന് പറയുന്നു. അപ്പോഴേക്കും ശ്രുതി ഓ ആ രാത്രി വിളിച്ച ആളാണല്ലേ എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയാണ്, അയ്യോ സോറി, ഞാനിന്ന് രാത്രി സമയം നോക്കിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയമൊക്കെ നോക്കിയിട്ട് വേണ്ടേ വിളിക്കാൻ ചോദിക്കുമ്പോൾ അത് നല്ല തിരക്കല്ലേ, അതുകൊണ്ട് സമയമൊന്നും നോക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. ശ്രുതി പറയാണ്, ഒരുപാട് കോളുകൾ തന്റെ വന്നിട്ടുണ്ടല്ലോ, അതെ ഒരുപാട് തവണ ഞാൻ സമയം മറന്നുപോയി, അതുകൊണ്ടാ സോറി എന്ന് പറയുന്നു. നിങ്ങളുടെ സമയം നോക്കി വെച്ചോ, മാനഹാനിയോ അതുപോലെ തന്നെ ശരീരക്ലേശമോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ നോക്കി വെക്ക് എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോന്നു. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഇവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവന്മാരാണെങ്കിൽ ഒരു കവറും കൊണ്ട് വരികയാണ്. ഇതെന്താടാന്ന് സച്ചി ചോദിക്കുമ്പം നോക്ക്, പുതുമണവാളിനും മണവാട്ടിക്കും ഞങ്ങളുടെ വക ഓരോ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഓരോ ഡ്രസ്സ് അവര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാണ്. അവര് പോയിട്ട് കുറച്ചേരായിട്ടും കാണാഞ്ഞപ്പോ സച്ചി പറയുന്നുണ്ട്, അവന്മാരത് എവിടെ പോയതാ രേവതി, ഒരു മിനിറ്റ്. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു രേവതിയോട്, മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പെങ്ങള് കഴിച്ചോളാൻ പറഞ്ഞിട്ടാട്ടോ അവര് പോയത്. രേവതി പറയുന്നുണ്ട്, വേണ്ട നിങ്ങളോട് വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അവന്മാർ ഇതിൽ കണ്ടില്ലല്ലോ, ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുധി രേവതി പറയുമ്പം രേവതി അയ്യോ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ല, ഞാൻ ഇപ്പൊ തന്നെ വരാം, അവരെ നോക്കിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുധി സച്ചി അകത്തേക്ക് ചെല്ലാണ് കേട്ടോ. സച്ചി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരന്മാരെല്ലാം അവിടെ നിന്നിട്ട് വെള്ളമടിയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, എന്തൊരു പണിയാടാ നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്നെയും അവളെയും വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾ തന്നെ വെള്ളം അടിക്കുവാണോ. അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു, അതെടാ നീ രേവതിയുമായിട്ട് വന്നതല്ലേ, അപ്പൊ നിന്നെ എങ്ങനെ വിളിക്കുക, അതുകൊണ്ടല്ലേ എന്ന് പറയുമ്പം അതെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ എന്റെ സ്വാതന്ത്ര്യമൊന്നും അടവ് വെച്ചിട്ടില്ല, നിങ്ങൾ മാത്രം സന്തോഷിച്ചാൽ മതിയോ, എനിക്ക് സന്തോഷിക്കണ്ടേ, എനിക്കിടണം ഒഴിക്കടാന്ന് പറയുമ്പോഴേക്കും അത് വേണ്ട, നീ അടിച്ചാൽ നിർത്തുകയല്ല, നീ വേണ്ട രേവതിയോടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, എനിക്ക് ഒരെണ്ണം ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് സച്ചി നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് ഒഴിപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി ഒരു ഡ്രിങ്ക്സ് അടിക്കുന്നതിന് കേട്ടോ. അപ്പോഴേക്കും രേവതിയോടെ ആകെപ്പാട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. രേവതി അവിടെ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവന്മാരോട് എടാ നീ ഒരു ഗ്ലാസ് ഒഴിച്ചെന്ന് പറയുമ്പോ വേണ്ട നീ ഒഴിച്ചാ പിന്നെ നിർത്തുകയല്ല, നീ പ്രശ്നം വഷളാക്കും എന്നാ കൂട്ടുകാരന്മാരെ പറയുമ്പം അതൊന്നും സാരമില്ല, ഞാൻ എന്തായാലും അടിച്ചു തുടങ്ങിപ്പോയി, ഇനി എന്നെ കൊണ്ട് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഒഴിച്ചേ. അപ്പൊ പറയുന്നുണ്ട്, എടാ പെങ്ങളോട് ഒറ്റയ്ക്ക, അതൊന്നും സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടാ രേവതി അറിഞ്ഞ വിഷയാവില്ലെന്ന് ചോദിക്കുമ്പം അവളറിഞ്ഞ എന്ത് വിഷയാവാൻ, എന്റെ കാര്യം തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാതെ അവളല്ല, ഞാൻ എപ്പോ മദ്യപിക്കണം തീരുമാനിക്കുന്നതേ ഞാനാ എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പൊ അവന്മാര് ആകെപ്പാടെ കുളമാക്കുമല്ലോ എന്നൊക്കെ അവര് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബിരിയാണി എവിടെയാണെന്ന് ചോദിച്ചിട്ട് സച്ചി ആണെങ്കിൽ ആ ബിരിയാണിയൊക്കെ എടുത്തോണ്ട് രേവതിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പം അവന്മാര് പറയുന്നുണ്ട്, എടാ നീ ഗ്ലാസ് ഒക്കെ അവിടെ വെക്ക്, അവിടെ രേവതി നിൽപ്പില്ലേ, ആകെപ്പാടെ മോശമാകുമെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിൽ സച്ചിയെ കാണാതെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. രേവതിക്കാണെങ്കിൽ ആകെപ്പാടോടെ നിന്നിട്ട് വല്ലാത്ത ഇറിറ്റേഷൻ ആവുന്നുണ്ട് കേട്ടോ. പേടിയും ആവുന്നുണ്ട്, അവിടെ മറ്റാരെയും കാണുന്നുമില്ല. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ മറ്റേ പാർട്ടിയില് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും പങ്കെടുക്കുമ്പോൾ അവര് സ്റ്റേജിൽ അനൗൺസ് ചെയ്യാണ്, ഇവിടെ കപ്പിൾസിന് വേണ്ടിയിട്ട് ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഗെയിമാണ്, നിങ്ങളുടെ കയ്യിൽ ഓരോ പേപ്പേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും, അതിൽ ഹസ്ബൻഡിന് ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അത് പരസ്പരം മാച്ച് ആവുന്ന ആരാണോ അവരായിരിക്കും വിജയിക്കാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ ചളിയാകാൻ പോവാണ്, എനിക്ക് നിന്നെക്കുറിച്ചോ നിനക്ക് എന്നെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല, നമുക്കതൊക്കെ മാനേജ് ചെയ്യാം, പിന്നെ ഇവിടെ എല്ലാവരും ശരിയത്തിലാണോ പറയാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന
എന്താണോ അത് നിങ്ങളങ്ങ് എഴുതിയാൽ മതി, അല്ലാതെ വേറെ ഒരു സീനില്ല എന്ന് പറയുന്നു. അങ്ങനെ പുറം തിരിഞ്ഞുണ്ട് കുറെ കപ്പിൾസ് ചേർന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ അവളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ രണ്ടുപേരും അങ്ങനെ എഴുതാണ്. അങ്ങനെ ഗെയിമിന്റെ ടൈം ഓവർ ആകുമ്പോൾ അവര് പറയാണ് അവരിങ്ങനെ പേപ്പേഴ്സ് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് മിസ്സസ് ശ്രുതി കപ്പിൾസിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ദാ ഇപ്പൊ നമ്മളെ നാണം കിടാൻ പോവാ, രണ്ടുപേരെയും ആയിട്ട് യാതൊരു ബന്ധവും കാണുകയില്ല, എല്ലാവരും മുമ്പിൽ നമ്മൾ നാണം കിട്ടുമെന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല, നിങ്ങളൊന്ന് അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞ് ശ്രുതിയാണെങ്കിലോ ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് അവര് പറയാണ്, ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയാണ് ബ്ലാക്ക് എന്ന് പറയുന്നു. അപ്പോഴേക്കും അവര് പറയാണ് ശരി ഉത്തരാണ്, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട നിറം ബ്ലാക്ക് തന്നെയാണെന്ന് പറയുന്നു. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് ചോദിക്കുമ്പം ശ്രുതിയും പറയാണ് ബ്ലാക്ക് എന്ന്. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പം എനിക്ക് തോന്നി ബ്ലാക്ക് ആയിരിക്കും എന്റെ മനസ്സ് പറഞ്ഞു എന്ന് പറയുമ്പം അല്ല നിങ്ങളെങ്ങനെ എനിക്ക് ബ്ലാക്ക് ഇഷ്ടം എന്ന് അറിഞ്ഞു ചോദിക്കുമ്പം എന്റെയും മനസ്സ് പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവര് പറയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം, നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് ബിരിയാണി എന്ന് പറയുമ്പോഴേക്കും ശരി ഉത്തരം, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എഴുതിയിരിക്കുന്നത് ബിരിയാണിയാണെന്ന് പറയുമ്പോഴേക്കും അവൻ ചോദിക്കാണ് ഇതും മനസ്സിൽ തട്ടിയാണോ പറഞ്ഞത്? അത് തന്നെ ഒരു ഊഹം വെച്ച് പറഞ്ഞതാ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കുമ്പോഴേക്കും അവളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും എന്റെ ഹസ്ബൻഡ് ഇഷ്ടമെന്ന് പറയുമ്പം അങ്ങനെ പറയാൻ പാടില്ല, സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം പറയണോന്ന് പറയുമ്പോഴേക്കും അവള് ബിരിയാണി എന്ന് പറയുമ്പം അതും ശരിത്രമാണെന്ന് പറയുമ്പോഴേക്കും അവൻ പറയാണ് ഞാനെന്ന് ഗസ് ചെയ്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരൻ പറയാണ് ബാബ മതി, അവളോട് ഒറ്റയ്ക്കല്ലേ അങ്ങോട്ടേക്ക് പോകാം എന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. നീ ആ ഗ്ലാസ് ഒക്കെ അവിടെ വെച്ച് ആകെപ്പാടെ മോശമാകും. സച്ചി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവളെ പിടിക്കുന്നേ? അതെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും. ബാബ ഈ ബിരിയാണി എല്ലാം പറക്കിക്കൊണ്ടു പോവാ, നമുക്ക് അവിടെ കാണാൻ പോയിരുന്ന് ഇത് ഡ്രിങ്ക്സും അടിച്ചുകൊണ്ട് കഴിക്കാമെന്ന് പറയുന്നു. സച്ചിയെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം മടുത്തിട്ട് രേവതി അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും നമ്മളെ സച്ചിയും ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ആടി ഒരു വരവുണ്ട് കേട്ടോ. കയ്യിലെ മദ്യക്കുപ്പിയും പിടിച്ച് ആ ബിരിയാണിയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന വരവ് കാണുമ്പോഴേക്കും പാവം രേവതി അവിടെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു കാഴ്ച കണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ വരവ് കണ്ടിട്ട് അങ്ങനെ രേവതി വല്ലാണ്ട് അങ്ങ് ഷോക്കായി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി എന്തൊക്കെ പുകലാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നാളെ അറിയാട്ടോ. അപ്പൊ രാത്രി തന്നെ പ്രോമോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.